ബിജി പാറമട കഥ പറയുമോ? ഇല്ല. കാണട്ടെ ബിജി, പ്രൈവറ്റായിട്ട് പോയാൽ ഞാൻ കാണിച്ചു തരാം. ചേച്ചി എവിടെയാണ്? റൂമിൽ. മുല പുറത്തേക്ക് ചൂടാവല്. ഇപ്പോൾ വരാൻ പറ്റുമോ? അതിനെന്താ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ബിജി ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമാണോ? എൻ്റെ ഒരു കസ്റ്റമർ എടുത്തീനി, അവളെ ഒത്ത കുരുക്കൾ പൂടാൻ വീട്ടിൽ വൈറ്റ് കളർ അടിച്ചേക്കാം. കൊള്ളത്തില്ല. അവിടെ സാധനം ഇല്ലേ, ഒരു ഇത്ര ഉണ്ട്, ഇത്ര വണ്ണം, ഇത്ര ഉണ്ട്. നല്ല വണ്ണം. ഹലോ ഹലോ ഹലോ, മിണ്ടുന്നില്ല. എന്താണ്? ഹലോ, നിങ്ങൾ വിളിച്ചിട്ട് എന്താ മിണ്ടാത്ത? ഇനിയിപ്പോൾ ബ്ലോക്ക് അടിക്കണ? ആഹാ, കാര്യം പറഞ്ഞോ. നിങ്ങളിപ്പോൾ ഉറങ്ങല്ലേ? ഉറങ്ങാൻ കിടന്നില്ലേ? നമുക്ക് നാളെ രാവിലെ വിളിക്കും കേട്ടോ. പാവം ബുജ്ജി. എടാ മോനെ, സത്യം എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട് അബുദാബിയിലുള്ള, അവർ റിഫേനെ പോയി എടുത്തീന്. ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അന്ന് അവൻ കൊടുത്ത് 150 ദിർഹംസ. ഫ്രണ്ട് കൊള്ളത്തോണ്ട് ബാക്കിലടിച്ചു. സീരിയസ്ലി അന്ന് 150 ഉണ്ടായുള്ളൂ. ബാക്കിലടിച്ച്. അവൾക്ക് ബാക്ക് അത്ര ഇഷ്ടം. കുറേ നേരം അടിച്ചടിച്ച് പോയിത്ര. പിന്നെ അവളുടെ വായിൽ കുറേ വട്ടം അവൾ വായിലെടുത്തു. റിഫ കുറേ നേരം വായിലെടുത്തപ്പം റിഫയുടെ കൊമ്പമ്പല്ല ആയതുകൊണ്ട് പല്ല് കുത്തിക്കൊണ്ടു. അപ്പം അവൻ എന്താക്കി, അവിടെ മുടിക്കുത്തി പിടിച്ചിട്ട് അണ്ണാക്കി കയറ്റി ഇറക്കി കൊടുത്തു. പിന്നെ അവൻ എന്താക്കി, അവൻ്റെ സാമാൻ അവിടെ വായിൽ നിറച്ച്, ഒരു കുത്തോടെ നിറച്ച് വെച്ചു. അവൾ കുടിക്കണ്ടേ, അങ്ങ് ആഞ്ഞങ്ങ് കഴിച്ച അവിടെ വായയുടെ തുളയിലേക്ക് മുടിയുടെ അകത്തി പിടിച്ചിട്ട് അവളുടെ വായിലേക്ക് നിറച്ചൊഴിച്ചു. അവളത് ഇറക്കി. എനിക്ക് ബിജി വായിലെടുക്കുമോ? ആ, ലവ് യു. അയ്യോ ഇല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ മാത്രം. പണ്ടാറം ആശോ ചേച്ചി, വല്ലാത്ത ജാതി. സീരിയസ്ലി. എന്നിട്ട് ഇവള് കരയും ഇത്രയും വേദന കൊണ്ട്. അവള് വേദന കൊണ്ട് പൊളയും. ഷേക്ക് വെള്ളം പോയി കുടിച്ചാൽ പള്ളിയിലാകുമോ? ഇല്ല, അവളെ ഇറക്കി. പിന്നെ അവളുടെ മുഖത്തൊക്കെയാണ് തെറിപ്പിച്ചൊഴിച്ചത്രേ. കിടന്നിട്ട് ആദ്യം അവളുടെ സാമാനത്തിൽ കയറ്റി അടിച്ചത്രേ. അവളുടെ സാമാനത്തിൽ കയറ്റി അടിച്ചിട്ട് വരാറായപ്പം അവിടെ അത്ര കളിച്ചത്. കൊടുത്തില്ല. അവൾക്ക് കോണ്ടണത് ഇഷ്ടമല്ല. കോണ്ടല്ലാണ്ട് അടിച്ച് കയറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അടിച്ചപ്പോൾ വരാറായപ്പോൾ അവൻ എടുത്തിട്ട് അവളുടെ മുഖത്തേക്ക് തെറിച്ചൊഴിപ്പിച്ചു. അങ്ങനെ കളഞ്ഞു. ആശബയുടെ വെള്ളം പോയി തോന്നുന്നു. നിൻ്റെ അവിടെ പോയത് അല്ല. എന്നിട്ട് അവൾ പറയാ, ചേട്ടാ എനിക്ക് മുന്നിൽ കയറ്റിയത് മതി. എന്നോട് അവൾ പറയാണ്, അയ്യോ ഏട്ടാ മുന്നിൽ കയറ്റിയത് മതി, ഞാൻ എൻ്റെ ഇവിടെ ഒന്ന് കയറ്റി അടിക്കുമെന്ന് വെച്ചു. അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞെന്ന്, അയ്യോ എന്നെ സ്പീഡിൽ അടിക്കണം എന്നാലേ പോകുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ചേച്ചി ഓഫ് ആ പെണ്ണ് കൊമ്പമ്പല്ലാണെങ്കിലും നല്ല വായിലെടുപ്പായിരുന്നു. എടി ഓൾ ഇത്രയും വലിയ ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ ഇത്രയും വലിയ തുളയാന്ന് വെച്ചപ്പാടെ കയറിപ്പോത്രേ. അത്രയും വലിയ
തൊളയായിരുന്നെന്ന് അവൻ കയറ്റിയപ്പം. അവൻ പറയാ പോയതേ അബദ്ധമായി പോയി, പൈസ അന്ന് അവൾ ഈ ഒരു മാസത്തിന് മുന്നായിരുന്നു 150 രൂപ മേടിച്ചോളൂ. റൂം റെൻ്റ് അടിക്കാൻ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ 150 രൂപ മതി എന്ന് പറഞ്ഞു. അന്ന് പോട്ടെ 100 തന്നാലും മതി എന്ന് പറഞ്ഞു. ബ്ലൂം സൗണ്ട് ഉണ്ടാകും. അട സത്യം. പിന്നെ അവൾക്ക് ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചാണക്യ കഥ അറിയാം. പിന്നെ അവൾക്ക് ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ്. അവൾ കിടക്കും, അവനെ താഴെ കിടത്തിക്കും. അപ്പോൾ അവൾ എന്തായിരിക്കും ഇങ്ങനെ തല പിടിച്ച് അമർക്കും ഉത്തരം. എന്നിട്ട് എൻ്റെ കസ്റ്റമർ പറഞ്ഞു അവൾക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് കഴുകുകയിലൊന്നും ചെയ്യില്ല എന്ന് പറയണേ. 22 ആടി മൈന സത്യം. എങ്ങനെയാലേ ഈ കഴുകാത്തതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന അമ്മേ ആ ചാണക്യ എങ്ങനെയാലേ ചാണക്യ കഴുകാത്ത സാധനം. നിന്റെ കൂടെ ഞാനും കിടന്നിട്ടുണ്ടാണോ? എങ്ങനെയാലേ മൈനാശി ഇവർക്കൊക്കെ എങ്ങനെ വരുന്നില്ലേ ഈ കഴുകാത്ത സാധനത്തിൽ തലവെച്ചെടുക്കാൻ? ഓ സമ്മതിക്കുന്ന ഇവരൊക്കെ അല്ലേ. അല്ല ഞാൻ പറഞ്ഞ് കറക്റ്റ് അല്ലേന്നേ? അല്ല ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? മുത്തിന് സുഖമാണോ? നല്ല സുഖം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാം. അതെന്താ ഞാൻ കൂടെ വരണോ? യെസ് ഞാൻ ഫ്രീ ആണ്. ചേട്ടൻ വരുന്നുണ്ടോ? റിഫ കുറച്ചാണോ? ഞാൻ പേര് പറഞ്ഞില്ല, ആരെങ്കിലും ആണെങ്കിലും കേട്ടൂടെ? നിന്നോടുള്ള ഓർമ്മ അമ്മോ എന്നോട് എല്ലാവരും പറയും. പക്ഷെ എൻ്റെ ചാണക്യ അവൾ നന്നായിട്ട് വായിലെടുക്കുമായിരുന്നു. എനിക്കതൊന്നും ഇഷ്ടമല്ല. എനിക്കിഷ്ടപ്പെടുന്ന ആൾക്കാർ വേണം. നിന്നെയും കളിച്ചത് വല്ലാത്തൊരു സുഖമായിപ്പോയി. ആണോ? എന്നാൽ നീ സുഖിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നോ സുഖം? അടിപൊളിയിലായിരുന്നോ? കിടന്ന് പൈസ ഉണ്ടാക്കുക, പല്ലുകൊണ്ട് മുറിയും. പല്ലുകൊണ്ട് മുറിയുന്നുണ്ട്. അവിടെ മുടിക്കുത്തി പിടിച്ചിട്ട് അണ്ണാക്കിലേക്ക് തിരികെ കൊടുത്തു. എന്നിട്ട് അവളിങ്ങനെ ഛർദ്ദിക്കുകയായിരുന്നു, കുരയ്ക്കുകയായിരുന്നു. ആ വായിൽ തന്നെ ഒഴിച്ചു കൊടുത്തു.